ചന്ദനമഴ എന്ന സീരിയൽ ഒരിക്കലും പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത ഒരു സീരിയൽ തന്നെയാണ്. ഇപ്പോഴിതാ ചന്ദനമഴയിൽ ഊർമിള ദേവി എന്ന അമ്മായിയമ്മയുടെ കഥാപാത്രം ചെയ്ത മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടി രൂപശ്രീ പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ ദേശായി കുടുംബത്തെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ ട്രോളുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അത് ചോദിക്കുന്നതെന്ന് കൂടി പറയാം. പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് പോലെ ഊർമിള ദേവിക്ക് എന്താണ് പ്രശ്നമെന്നും ഊർമിള ദേവിയാണ് അമൃതയെ എങ്ങനെയൊക്കെ പ്രശ്നത്തിലെത്തിക്കുന്നതെന്നും പറയുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ സീരിയലിനെ പറ്റി താൻ എടുത്ത ഏറ്റവും വലിയ എഫേർട്ടിനെ കുറിച്ചൊക്കെ നടി വെളിപ്പെടുത്തുകയാണ് എന്ന് പറയാം. എഫേർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഓരോ എപ്പിസോഡിനും ഓരോ സാരി വേണം, അതും ആഡംബര സാരികൾ. ആ ഒരു സീരിയലിന് വേണ്ടി മാത്രം താൻ ഒരുപാട് സാരികൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് താരം വെളിപ്പെടുത്തുന്നത്. അത് മനസ്സിലാകും, കാരണം അത്തരം ഒരു സീരിയൽ തന്നെയായിരുന്നു അത്. ചന്ദനമഴയിലെ വസ്ത്രധാരണത്തെ പറ്റിയുള്ള വാർത്തകൾ ഒരുപാട് ഇതിനു മുൻപ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പ്രേക്ഷകർക്ക് നന്നായി അറിയുന്നൊരു കാര്യം കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുന്നൊരു കാര്യം കൂടിയാണ്. ആരാധകരും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് അത് വളരെയധികം കൃത്യമായി മനസ്സിലാകുന്നു എന്നത് കൂടി കൂട്ടിച്ചേർക്കുന്നൊരു കാര്യം കൂടിയാണ്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ആരാധകരും വളരെയധികം സ്നേഹത്തിലാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴിതാ പ്രേക്ഷകർ വളരെയധികം കൃത്യമായി കാണുന്നൊരു വാർത്ത കൂടിയാണ് ഊർമിള ദേവി എന്ന കഥാപാത്രം ചെയ്ത രൂപശ്രീ എന്ന നടിയെ. കുറേയധികം നാളുകൾക്ക് ശേഷമാണ് നടിയെ നമ്മൾ ഇങ്ങനെ കാണുന്നത്. അന്ന് ആ സീരിയലിന് വേണ്ടി തനിക്ക് ഒരുപാട് സാരികൾ വാങ്ങേണ്ടി വന്നു. റിപ്പീറ്റുകൾ ഇടാൻ സാധിക്കില്ല. എന്നാൽ കുറേയധികം എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആരോടും പറയാതെ റിപ്പീറ്റുകൾ ഇട്ടിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് കൊളാബറേഷനൊക്കെ ഉണ്ട്. എന്നാൽ അന്ന് അങ്ങനെയല്ലല്ലോ സ്ഥിതി. നമ്മൾ തന്നെയല്ലേ ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടതും. എന്നാൽ അന്ന് അങ്ങനെയൊന്നും സാധിച്ചിരുന്നില്ല. അതാണ് സത്യം. ഇതിനെക്കുറിച്ചാണ് നടി വെളിപ്പെടുത്തുന്നത്. ഇത് പ്രേക്ഷകരോട് പറയുകയും ചെയ്യുകയാണ് നടി, വ്യക്തമാക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആരാധകരെല്ലാവരും ഇപ്പോൾ ഊർമിള ദേവിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ദേശായി കുടുംബത്തിൽ തന്നെ ഒരുപാട് ആരാധകരുണ്ട്. ദേശായി കുടുംബത്തിൽ എല്ലാവർക്കും ആരാധകരുണ്ടെന്ന് പറയുന്നതാണ് സത്യം. മായാദേവിക്കും ഊർമിള ദേവിക്കും ഒക്കെ. അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഊർമിള ദേവി വീണ്ടും സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായി മാറുന്നത്, പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുന്നത്. ഇതോടെ ഇപ്പോൾ ഊർമിള ദേവിയെക്കുറിച്ചുള്ള വാർത്തകളും വളരെയധികം വൈറലാകാൻ തുടങ്ങി. ആരാധകർ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന പോലൊരു വാർത്തയായും ഇത് മാറുന്നു. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും ചെയ്യുകയാണ് എന്ന് കൂട്ടിച്ചേർക്കാം. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന പോലൊരു വാർത്തയായി ഇത് മാറുന്നതിനോടൊപ്പം ആരാധകരുടെ സ്നേഹം കൂടി ഈ സീരിയലിൽ ഇത്രയും നാൾ കഴിഞ്ഞുമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോഴും പ്രേക്ഷകർ ആ സീരിയലിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം എന്ന് കൂടി കൂട്ടിച്ചേർക്കാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.